പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവമായ കർത്താവ് ആദ്യനും അന്ത്യനുമാകയാൽ നമ്മുടെ ആരംഭവും അവസാനവും ഒക്കെ അറിഞ്ഞിരിക്കുന്ന ദൈവമാകയാൽ സകലതും അവസാനിച്ചു. ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്ന് നമുക്ക് തോന്നുന്ന, നാം ഭാരപ്പെടുന്ന ഏത് വിഷയങ്ങളായിരുന്നാലും ആദ്യനും അന്ത്യനുമായ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആ യഹോവയിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. നിശ്ചയമായി ദൈവം പുതിയ ആരംഭങ്ങളെ കുറിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ സർവശക്തനാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയം ചിന്തയ്ക്കാധാരമായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വചനം നമുക്ക് വായിക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. അതേ പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട. പല വിഷയങ്ങളെ ഓർത്ത് പലവിധമായ ഭയങ്ങൾ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയപ്പെടേണ്ട. കാരണം നമുക്കൊരു ദൈവമുണ്ട്. ആ കർത്താവ് ആദ്യനാകുന്നു, അന്ത്യനാകുന്നു, ജീവനുള്ള ദൈവമാകയാൽ ആ കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ നടുവിലുണ്ട്, നമ്മോട് കൂടെയുണ്ട്, നമ്മിൽ വസിക്കുന്നു. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാനാണ് ഈ വാക്ക് പറയുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏത് സാഹചര്യത്തിലാണ് താനിത് പറയുന്നതെന്നും നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഭാഗമാണ്. 1-ാം അധ്യായം അതിൻ്റെ 10-ാം വചനത്തിൽ നാം കാണുന്നു, ആമേൻ സ്തോത്രം, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എവിടെയായിരുന്നപ്പോഴാണെന്ന് നമുക്ക് 9-ാം വചനത്തിൽ കാണുവാൻ കഴിയും. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. അതെ, യഥാർത്ഥമായി ദൈവവചനം പ്രമാണിക്കുന്നവർക്ക്, യേശുവിൻ്റെ സാക്ഷ്യം മുറുകെ പിടിച്ച് സാക്ഷ്യമുള്ളവരായി ജീവിക്കുന്നവർക്ക് എന്നും അനുഗ്രഹങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ പത്മോസ് എന്ന ദ്വീപിൻ്റെ അനുഭവം പോലെ ഒറ്റപ്പെടലുകളും ഏകാന്തതകളും ആരുമില്ലാത്ത അവസ്ഥകളും, ആരും തുണയില്ലാതെ, ആരും സഹായിപ്പാനില്ലാതെ ഭാരപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. നമുക്കറിയാം, അപ്പോസ്തലനായ യോഹന്നാനെ റോമൻ എംപററായ ഡൊമീഷ്യൻ സ്തോത്രം പല രീതിയിൽ അപ്പോസ്തലനെ തകർത്തു കളയുവാൻ നോക്കി. എന്നാൽ യാതൊരു രീതിയിലും തകർക്കുവാനോ നശിപ്പിക്കുവാനോ അവസാനിപ്പിക്കുവാനോ കഴിയാത്തതിനാൽ പത്മോസ് എന്ന ദ്വീപിൽ അയക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. ആ ഡൊമീഷ്യൻ എംപറർ ചിന്തിച്ചു കാണും, ഇനി ശുശ്രൂഷ തീർന്നു, ഇനി വെളിപ്പാട് തീർന്നു, ഇനി ദൈവവേല തീർന്നു, സകലതും അവസാനിച്ചു, ഇനി ദൈവവചനം പറയത്തില്ല, യേശുവിൻ്റെ സാക്ഷ്യം മുറുകെ പിടിക്കത്തില്ല, അവിടെ കിടന്ന് നശിച്ചു പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ആ പത്മോസ് എന്ന ദ്വീപിൽ അപ്പോസ്തലനായ യോഹന്നാൻ കർത്തൃദിവസമായപ്പോൾ താൻ ആത്മവിവശനായി. അതേ പ്രിയ ദൈവമക്കളെ, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഏകാന്തതകളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്. സകലതും അവസാനിച്ചു എന്ന് തോന്നുന്ന, അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അവിടെയും നാം ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച് ആത്മസന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ നിശ്ചയമായി അതുവരെയും കാണാത്ത വെളിപ്പാടുകൾ, അതുവരെയും കേൾക്കാത്ത ദൈവശബ്ദങ്ങൾ കേൾക്കുവാനും ആ കർത്താവിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ നമുക്കിടയായി തീരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് തൻ്റെ സ്തോത്രം തന്നെ യോഹന്നാനെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അത് കഴിഞ്ഞ് യോഹന്നാനോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു, അതുകൊണ്ട് നീ ഇവിടെ നശിച്ചു പോകത്തില്ല. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ ഏതുമായിക്കോട്ടെ, അവിടെ നാം അവസാനിക്കുകയില്ല. ഏത് പത്മോസ് എന്ന ദ്വീപായിരുന്നാലും അവിടെ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം സർവശക്തനാണ്. നാം പോലും ചിന്തിക്കാത്ത, നനയ്ക്കാത്ത, നമ്മുടെ ബുദ്ധിക്കും അപ്പുറമായ രീതിയിൽ കർത്താവ് നമ്മെ ശ്രേഷ്ഠകരമായി വഴി നടത്തും. ആയതിനാൽ ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ആത്മസന്തോഷത്തോടെ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വെച്ച് മുന്നോട്ട് നീങ്ങാം. ഈ വചനപ്രകാരം
പ്രകാരം ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ നാഥാ കർത്താവേ, അങ്ങ് ഭയപ്പെടേണ്ടെന്ന് അരുളി ചെയ്തുവല്ലോ. അങ്ങ് ഞങ്ങളുടെ വലം കൈ പിടിച്ചിരിക്കുന്നുവല്ലോ. അങ്ങ് ആദ്യനും അന്ത്യനും ജീവനുള്ള ദൈവമായി ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. നന്ദി കർത്താവേ. സകലതും അവസാനിച്ചു എന്ന് പറയുന്ന സ്ഥാനത്ത് പുതിയ ആരംഭങ്ങളെക്കുറിച്ച് കർത്താവ് വലിയ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗുഡ് മോർണിംഗ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ.